ഛത്തീസ്ഗഡിലെ 180 ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് കുടിവെള്ളവും ഉപജീവന മാർഗങ്ങളും നിഷേധിക്കപ്പെട്ടു. ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ 32 ഗ്രാമങ്ങളിലെ 180-ലധികം ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 3 ആഴ്ചയായി പൊതുജലസ്രോതസ്സുകളിൽ പ്രവേശനം നിഷേധിക്കപ്പെടുകയും അവരുടെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ഉപജീവൻ മാർഗങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തതായി ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ റിപ്പോർട്ട് ചെയ്യുന്നു. കാങ്കർ ജില്ലയിൽ വിശാലമായ ഇലപൊഴിയും വനങ്ങളാൽ സമ്പന്നമാണ്. ഇവിടത്തെ അധിവാസ സമൂഹങ്ങളുടെ പ്രാഥമിക ഉപജീവന മാർഗമായ കൃഷിയും തടിയല്ലാത്ത വന ഉൽപ്പന്നങ്ങളുടെ ശേഖരണവുമാണ്. വനവിഭവങ്ങൾ ഉപയോഗിച്ച് മിച്ചം വരുന്ന വഹാത്ത് ബാസാറുകൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക വിപണികളിൽ വിൽക്കുകയാണ് പതിവ്. തെണ്ടു ഇലകൾ, ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മഹുവ പൂക്കളും വിത്തുകളും, എണ്ണ വേർതിരിച്ചെടുക്കൽ, നെല്ലിക്ക, പൊളി, തേൻ, മുള മുതലായ പ്രധാന ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളത്തോടൊപ്പം ഇത്തരം വനവിഭവങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. ഏകദേശം 26 കുടുംബങ്ങൾക്ക് ഹാൻഡ് പമ്പുകൾ, ടാപ്പുകൾ, കുളങ്ങൾ, നദികൾ തുടങ്ങിയ ജലസ്രോതസ്സുകളിലൂടെയുള്ള പ്രവേശനം തടയപ്പെടുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമപ്രകാരം ഏകദേശം 41 കുടുംബങ്ങൾക്ക് തൊഴിലവസരങ്ങളും നിഷേധിക്കപ്പെട്ടതായി വിവരങ്ങളുണ്ട്. ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ 32 ഗ്രാമങ്ങളിലെ 180-ലധികം ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 3 ആഴ്ചയായി പൊതുജലസ്രോതസ്സുകളിൽ പ്രവേശനം നിഷേധിക്കപ്പെടുകയും അവരുടെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ഉപജീവൻ മാർഗങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തതായി ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ റിപ്പോർട്ട് ചെയ്യുന്നു. കാങ്കർ ജില്ലയിൽ വിശാലമായ ഇലപൊഴിയും വനങ്ങളാൽ സമ്പന്നമാണ്. ഇവിടത്തെ അധിവാസ സമൂഹങ്ങളുടെ പ്രാഥമിക ഉപജീവന മാർഗമായ കൃഷിയും തടിയല്ലാത്ത വന ഉൽപ്പന്നങ്ങളുടെ ശേഖരണവുമാണ്. വനവിഭവങ്ങൾ ഉപയോഗിച്ച് മിച്ചം വരുന്ന വഹാത്ത് ബാസാറുകൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക വിപണികളിൽ വിൽക്കുകയാണ് പതിവ്. തെണ്ടു ഇലകൾ, ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മഹുവ പൂക്കളും വിത്തുകളും, എണ്ണ വേർതിരിച്ചെടുക്കൽ, നെല്ലിക്ക, പൊളി, തേൻ, മുള മുതലായ പ്രധാന ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളത്തോടൊപ്പം ഇത്തരം വനവിഭവങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. ഏകദേശം 26 കുടുംബങ്ങൾക്ക് ഹാൻഡ് പമ്പുകൾ, ടാപ്പുകൾ, കുളങ്ങൾ, നദികൾ തുടങ്ങിയ ജലസ്രോതസ്സുകളിലൂടെയുള്ള പ്രവേശനം തടയപ്പെടുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമപ്രകാരം ഏകദേശം 41 കുടുംബങ്ങൾക്ക് തൊഴിലവസരങ്ങളും നിഷേധിക്കപ്പെട്ടതായി വിവരങ്ങളുണ്ട്.